വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, മൊത്തം ഇരുന്ന് കണ്ടോണം. ഞാനല്ല അവിടെ സംസാരിക്കുന്നത്, ഒരു വീട്ടമ്മയുടെ വോയിസാണ് നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത്. അവർക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ച് തരാം. കാരണം ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ഞങ്ങളുടെ വീഡിയോസല്ലേ കാണുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതുപോലുള്ള കേസുകളിലൊക്കെ പറയാം, ഒരു വിഷയമില്ല. ഞാൻ എൻ്റെ ചാനൽ എന്തെങ്കിലും ആ ഒരു ഇത് വെച്ച് തരാം, ആ ഒരു വോയിസ് വെച്ച് തരാം. ആ ചേച്ചിക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന് ആ ഒരു, എനിക്ക് ദേഷ്യം വിഷമം എന്താ പറയേണ്ട എല്ലാ കാര്യങ്ങളും അവർ വിളിച്ച് പറയുന്നുണ്ട് ഈ ഒരൊറ്റ വീഡിയോയിലാണ്. എന്നാൽ നിങ്ങളതൊന്ന് കേട്ടിട്ട് പോകും, നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം. കുഞ്ഞിനെ തന്നെ ജസ്റ്റിസ് കേട്ടിട്ടെ ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരും ഒന്ന് ഷെയറും കൂടെ ചെയ്തു. ഇതിന് വോയിസ് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടേ. അതായത് ഈ അഖിലയുടെ അമ്മേനെയും അമ്മയുടെ അമ്മേനെയും കൂടെ ഇൻ്റർവ്യൂ ചെയ്തു. അതിനകത്ത് ഈ അമ്മയുടെ അമ്മ പറയുന്നുണ്ട്, ആ കുഞ്ഞിനെയും കൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പോയി, അവൾ നോക്കത്തില്ലായിരുന്നു, അതുകൊണ്ട് അവൾ വേറൊരു കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമം വന്നു. അന്നേരത്തേക്കിന് ഞങ്ങൾക്ക് ആ കുഞ്ഞിന് അമ്മയുടെ സ്നേഹം കിട്ടിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ അഖില തന്നെ അഖിലയുടെ വീടിനടുത്തുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുഞ്ഞിനെ നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ മേലേന്ന് വെച്ചപ്പോൾ ഈ അഖില തന്നെ അവരോട് പറഞ്ഞെന്ന് പറയുന്നു, 20,000 രൂപ മാസം കുഞ്ഞിനെ നോക്കുന്നതിന് അവർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അമ്മൂമ്മയുടെ വായിൽ നിന്ന് വീണിട്ടുണ്ട്. അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അഖിലയുടെ സ്വത്ത് തിരിച്ചു ചോദിച്ചോ, കുഞ്ഞിനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വത്ത് തിരിച്ചു തരണമെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അതും ആ അമ്മൂമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവർക്കൊക്കെ ആ ഒരു കുഞ്ഞിനോടൊരു സ്നേഹം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവരൊരിക്കലും ആ കുഞ്ഞിനെ വെച്ച് വിലവേശം പോകത്തില്ലായിരുന്നു. ഇവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവരൊരിക്കലും അതിനെ വെച്ച് വിലവേശം പോകത്തില്ലായിരുന്നു. ഇവർക്കും അന്നേരം വാശി കയറി, വാശിയുടെ പുറത്ത് ഓരോന്നും കാണിച്ചു കൂട്ടിയിട്ട് അനുഭവിച്ചതാരാണ്? ആ കുഞ്ഞേനെ. അന്നേരം അവൾക്ക് തന്നെ തോന്നിക്കണം, അവിടെ വീട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട, പിന്നെ അവളെന്തിനാ ഈ കുഞ്ഞിനെ ചുമക്കുന്നതെന്ന് നമുക്കും തോന്നിക്കാണുമായിരുന്നു. അതുകൊണ്ടായിരിക്കും അവൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വെച്ചിട്ട് ആ രണ്ടാമത് കെട്ടി അവന് ഇട്ടുകൊടുത്തത്. അതുപോലെ അഖിലിൻ്റെ വീട്ടുകാർ അവൻ്റെ വീട്ടുകാരുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് അവർ പറയുന്നുണ്ട്, അവർ ചോദിച്ചിട്ട് കുഞ്ഞിനെ കൊടുത്തില്ല. ചിലപ്പോൾ ആ ആദ്യത്തെ നാളുകളിൽ വഴക്കുണ്ടായപ്പോൾ പറഞ്ഞു കാണുമായിരിക്കാം അത് അഖിലിൻ്റെ കുഞ്ഞല്ല എന്ന്. അഖിലിൻ്റെ അമ്മ തന്നെ പറഞ്ഞു കാണുമായിരിക്കും, ഇവളുടെ നടപ്പ് കണ്ടിട്ട് പറഞ്ഞതായിരിക്കാം. അതിൻ്റെ ബലതാൾ കൊടുത്തില്ല. അവൾക്ക് നോക്കാൻ പറ്റത്തില്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ അഖിലിൻ്റെ വീട്ടുകാർക്കാണെങ്കിലും അവൾക്ക് ആ കുഞ്ഞിനെ കൊടുക്കായിരുന്നു. ഈ കൊടും പാതകിയുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, ജനനേന്ദ്രിയം പച്ചയ്ക്ക് വലിച്ച് പറിച്ചെടുത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ അവസ്ഥയൊക്കെ എന്തൊരവസ്ഥയാണ്. ഞാനും 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, അതും ആൺകുട്ടികളുടെ. അത് വൃത്തിയാക്കാൻ തന്നെ നമ്മൾ അതിലൊന്ന് ടച്ച് ചെയ്യുമ്പം ഈ കുഞ്ഞുങ്ങൾക്ക് അത് വേദന എടുക്കും. ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അതിൽ പിള്ളേർക്ക് വേദന എടുക്കും. ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, ആ ജനനേന്ദ്രിയം വലിച്ച് തൊലി ഉരിച്ച് വെച്ചിട്ട് അതിൽ കൊണ്ടുവന്ന് സിഗരറ്റ് വെച്ച് പൊള്ളിക്കുക, എന്താ ലൈറ്റർ വെച്ച് കത്തിക്കുക. അയ്യോ, എന്തോരു ക്രൂരതയാ കുഞ്ഞിനോട് ചെയ്തത്. ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവനെ പച്ചയ്ക്ക് കത്തിച്ചാൽ തീരുമോ ഇവൻ ആ കുഞ്ഞിനോട് ചെയ്ത ക്രൂരത ഓർക്കുമ്പം? ഇല്ല, അവളെ ഉണ്ടല്ലോ, അവനെ അല്ല ചെയ്യേണ്ടത്, അവളെ അങ്ങോട്ട് പിടിച്ച് പച്ചയ്ക്ക് വലിച്ച് കീറണം. അവൾ അറിയണം വേദന എന്നാന്നുള്ളത്. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. ഒറ്റയടിക്ക് തൂക്കിക്കൊല്ലോ ഒന്നും ചെയ്യരുത്. ഇഞ്ചിഞ്ചായിട്ട് അവനെയും കൊല്ലണമെന്ന് പറഞ്ഞാൽ കൊല്ലണം. അതുപോലെ ഈ നാട്ടുകാരെന്ന് പറയുന്ന കുറേ പ്രതികരണശേഷി ഇല്ലാത്ത കുറേ എണ്ണങ്ങളുണ്ടല്ലോ. മറ്റവരുടെ വീട്ടിൽ ഒരു അവിഹിതം നടന്നാലോ, അല്ലെങ്കിൽ ഒരു പെണ്ണും ചെറുക്കനും വണ്ടി ഇട്ടുകൊണ്ട് അവിടെ നിന്ന് കുറച്ചു നേരം സംസാരിച്ചാലോ ഒക്കെ ഇവൻ്റെയൊക്കെ നാവ് പോകും. ആ കുഞ്ഞിനെ അവിടെ ഇട്ട് ഓരോന്നും കാണിച്ചിട്ട് ഇവൻ്റെയൊക്കെ ഒന്നും നാവ് പൊങ്ങിയിട്ടില്ല. അവിടെ ഒരു അവിഹിതം നടക്കട്ടെ, അപ്പം എല്ലാം കൂടെ നാട്ടുകാരെ അറിയിച്ച് എല്ലാവരെയായിട്ട് അവിഹിതം പൊക്കാൻ ചെല്ലും. ഇവൻ്റെയൊക്കെ നാവും കണ്ണുമൊക്കെ അന്നേരം എവിടെ പോയായിരുന്നു? എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും, അയ്യോ, ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കുമായിരുന്നു. ഇപ്പോഴല്ല നാട്ടുകാരെന്ന് പറയുന്ന തേണ്ടികൾ പ്രതികരിക്കേണ്ടത്. അന്ന് ആ കുഞ്ഞിനെ അവിടെ ഇട്ട് കാണിച്ചപ്പോൾ സൺഷെയ്ഡിൻ്റെ മണ്ടയിൽ ഏതെങ്കിലും തള്ളയോ തന്തയോ ചെയ്യുന്ന പരിപാടിയാണ്. സൺഷെയ്ഡിൻ്റെ മണ്ടയിൽ ഒരു കുഞ്ഞ് 2 കൈ ഒടിഞ്ഞ് ഒരു കുഞ്ഞിനെ കയറ്റി നിർത്തിയ നാട്ടുകാർ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ കണ്ട് ഇവനൊക്കെ അന്ന് തന്നെ പ്രതികരിക്കാഞ്ഞത്. ഇവനൊക്കെ അന്നായിരുന്നു പ്രതികരിക്കേണ്ടത്. ഇത് അന്നൊന്നും പ്രതികരിക്കാതെ വെച്ചോണ്ടിരുന്നിട്ട്
ഇന്ന് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അയ്യോ ഞങ്ങളും ഒക്കെ അമ്മമാരാ, ഞങ്ങളും ഒക്കെ തന്തമാരാ എന്ന് പറയുന്നതിനകത്ത് ഒന്നിനകത്ത് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല എന്നുള്ള ഒരു കാര്യമില്ല. പ്രതികരിക്കേണ്ട സമയത്ത് ഇവരൊക്കെ അവിഹിതം കണ്ട ഉടനെ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോവല്ലോ, പൊക്കിക്കൊണ്ട് പോകത്തില്ലേ? ഒരു ഒരു അവിഹിതം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നും വേണ്ടല്ലോ, നാവ് മാത്രം മതിയല്ലോ, അപ്പറേ അപ്പറേ പറന്ന് 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 പോവുമല്ലോ, അങ്ങ് പറഞ്ഞിട്ട് അവിഹിതം പറയാനായിട്ട് എല്ലാത്തിനും നാവ് പോകും. ഒറ്റ ഒരെണ്ണത്തിന് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാനുള്ള ഒറ്റ ഒന്നത്തിനും പറ്റത്തില്ല. കാരണം അവനവൻ്റെ വീട്ടിൽ നടന്നാൽ മാത്രമേ എല്ലാവർക്കും കൊള്ളത്തുള്ളൂ. അത് കണ്ടവൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്, കണ്ടവൻ്റെ കുഞ്ഞല്ലേ. ഇവരെ തൂക്കിക്കൊല്ലുകയല്ല ചെയ്യണ്ടേ, ഇഞ്ചിഞ്ചിഞ്ചായിട്ട് കൊല്ലണം. ഇനി ഒരുത്തനും ഒരു കുഞ്ഞുങ്ങളുടെ നേരെ, ഒരുത്തനും ഒരുത്തികളും ഒരു കുഞ്ഞിൻ്റെ നേരെ കൈപ്പൊക്കെ. അതുപോലെ തന്നെ ഈ അബോർഷൻ ചെയ്യുന്ന പറയുന്ന സംഭവം, അതിനും എതിരെ നല്ല രീതിയിലൊരു നിയമം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, നല്ല രീതിയിലൊരു നിയമം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അന്തയില്ലാത്ത കുഞ്ഞുങ്ങളെ പ്രസവിക്കത്തും ഇല്ല, ഇങ്ങനെ കൊല്ലത്തും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ ഒന്നല്ല രണ്ടല്ല നൂറല്ല 100 കെട്ടിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ ആണെങ്കിലും സേഫായി നിർത്താനുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും സേഫായിട്ട് നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം നോക്ക്, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ജനിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും സേഫായിരിക്കണം. അത് നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫ് ആണോ എന്നുള്ളത്. എന്നിട്ട് വേണം ഓരോന്നും ചെയ്യാൻ. ഇത് ചുമ്മാ ഒരുത്തൻ അവൾ കണ്ടിട്ടുണ്ടെന്ന് അവൾ തന്നെ മുഴുവൻ പൊട്ടിച്ചിരിക്കുന്ന കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കണ്ടിട്ടുണ്ടെന്ന്. ഒരു പെറ്റമ്മയ്ക്ക് എങ്ങനെ കണ്ടു നിൽക്കാൻ തോന്നുന്നു ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്കറിയത്തില്ല, ഒരിക്കലും എനിക്ക് അതിൻ്റെ ആ ലോജിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. സ്വന്തം പെറ്റ തള്ളയ്ക്ക് എങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്നു എന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരുത്തി പ്രസവിച്ചപ്പോൾ വലിച്ചെറിഞ്ഞാൾ, അതൊക്കെ ഇപ്പോൾ ആ കൊച്ചിനെ വേണമെന്ന് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ടതിൻ്റെ ഇരട്ടി 10 ഇരട്ടി ആ കുഞ്ഞ് അനുഭവിച്ച് മരിച്ചു എന്നുള്ളത് നാളെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇവറ്റക്കൊക്കെ ഒന്നും കൊടുക്കരുത്. ഇപ്പോഴത്തെ കാലത്തെ 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വിചാരം എന്ത് തോന്നിയാസം കാണിക്കാനുള്ള ലൈസൻസ് ആയി എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ ഇതുങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്തും കാണിക്കാനുള്ള ലൈസൻസ് അല്ല എന്നുള്ളത്. പിന്നെ ഇവരെ 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യരുത്. ഇപ്പം എന്താണ് കല്യാണത്തിന് മുന്നേ ഡേറ്റിംഗ് ആയി, എന്തെല്ലാമായി, കണ്ടവൻ്റെ കൂടെ പോവുക, കെട്ടിയവനെ കളഞ്ഞിട്ട് കണ്ടവൻ്റെ കൂടെ പോയി ജീവിക്കുക. എന്നിട്ട് അവൻ വയറ്റിലുണ്ടാക്കിയിട്ട് അവൻ എന്നോട് അബോർഷൻ ചെയ്യാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഓരോ കഥകളുമായിട്ട് വരിക, ഉടനെ സോഷ്യൽ മീഡിയയിലോട്ട് വരിക. അതുപോലെ ഒളിച്ചോടിയ ഉടനെ പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ എടുക്കുക, ഏതാണ്ട് വലിയ സംഭവം ചെയ്ത പോലെ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ വീഡിയോസും എല്ലാം വരാൻ പറ്റും. പക്ഷേ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു കൊച്ചുവെണ്ണും ചെറുക്കനോട് ഒളിച്ചോടിയ ഉടനെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യിക്കുന്നു. ആ ഇൻ്റർവ്യൂ കൊണ്ടൊക്കെ എന്താ ഉദ്ദേശിച്ചത്? കണ്ട തുണി അഴിച്ചാടുന്ന പെണ്ണുങ്ങളെ വെച്ചിരുത്തിക്കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യിക്കുന്നു. എന്താണ് ഇത് കൊണ്ടൊക്കെ? അതിൻ്റെ വലിയ കാര്യമാണോ? കണ്ണ് വീഡിയോ ഇട്ടിട്ട് ഞാൻ ഫ്രീയാ, ഇന്ന ഒരു താറും കൊണ്ട് വാ, ഞാനങ്ങ് വരാം, എത്ര പേര് വേണേലും പോരും എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ട് ഉടനെ അവരെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്തു നാട്ടുകാരെ മുഴുവനും അറിയിച്ച്. എന്തോ ഫലമാണ് ഉള്ളത്? എന്ത് നല്ല മെസ്സേജ് അതുവഴിയൊക്കെ കൊടുക്കുന്നത്? നമ്മളാദ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കാനുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോഷ്യൽ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. പക്ഷേ ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണ്? അതുപോലെ മക്കളുടെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് തന്തയും തള്ളയും കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും എല്ലാം കൂടി ഇരുന്ന് കള്ളു കുടിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊന്നും കണ്ടല്ല വളരേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തന്തമാരാണെങ്കിലും തള്ളമാരാണെങ്കിലും കണ്ടവൻ്റെ കൂടെ പോയി കിടക്കുന്നതും കണ്ടവനും കണ്ടവളന്മാരുമായിട്ടിരുന്ന് കള്ളു കുടിക്കുന്നതും ഒന്നും കണ്ടല്ല. നല്ല രീതിയിൽ നല്ലത് കണ്ട് നല്ലത് ചിന്തിച്ചും നല്ലത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട് എത്തിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. അല്ലാതെ ഇമാതിരി ഉള്ള പരിപാടികളല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എത്തിച്ചു കൊടുക്കേണ്ടത്. ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇന്ന് അതമ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് നടക്കുന്നതെല്ലാം വെറും നെറുകെട്ട പരിപാടികളാണ് നടക്കുന്നത്. സത്യമായിട്ട് മൊത്തം അഴിച്ചു പണിയണം. മൊത്തം അഴിച്ചു പണി നിയമം മാത്രമല്ല, മൊത്തം അഴിച്ചു പണിയുവാണെന്നുണ്ടെങ്കിൽ കേരളം രക്ഷപ്പെടും. അല്ല എങ്കിൽ കേരളത്തിൽ പീഡനവും ഈ കുഞ്ഞു പിള്ളേരുടെക്കെതിരെയുള്ള ക്രൂരതയും എല്ലാം ഇനി ആവർത്തിക്കുന്നത്. ഇനിയും തന്തയില്ലാത്ത മക്കളെ പെറുകയും ചെയ്യും, അതിനെയെല്ലാം കൊണ്ട് ഇതുപോലെ വലിച്ചെറിയുകയും ചെയ്യും, അല്ലെങ്കിൽ തൊട്ടിക്കകത്ത് കൊണ്ടിടും, അല്ലെങ്കിൽ ആറ്റിൽ പൊങ്ങും. ഇതൊക്കെ ഇനിയും സംഭവിക്കത്തേ ഉള്ളൂ.
വെക്കാൻ മനുഷ്യൻ മടുത്ത്. കാരണം 2018 മുതൽ കേൾക്കുന്നതാണ് ഇങ്ങനെ ഓരോ ഇത്. കുഞ്ഞുങ്ങളെ കാമുകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ കൊന്നു, അത് കഴിഞ്ഞ് കുഞ്ഞിനെ കൊന്നു. എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ എന്തിനാ പെറ്റിടുന്നേ? ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ നോക്കുന്നത്. ഈ 18 വയസ്സ് കഴിയുമ്പോഴത്തേക്കിന് കണ്ടവൻ്റെ കൂടെ പോയി റൂം എടുക്കണമെങ്കിൽ റൂം എടുത്തോ, ഒരു കുഴപ്പവും ഇല്ല. പക്ഷേങ്കിൽ ഒരു കുഞ്ഞുണ്ടാവാതിരിക്കാൻ എന്തെല്ലാം നിയമം, എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്തിട്ട് നീയൊക്കെ പോയി റൂം എടുക്കുക, എന്നാന്ന് വെച്ചാൽ ചെയ്യുക. ഇതൊന്നുമല്ല. ചുമ്മാ അങ്ങോട്ട് പോകും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് 2 മാസം കഴിയുമ്പോൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോഴത്തേക്കിന് കൊണ്ടുവന്നെങ്കിൽ അബോർഷൻ ചെയ്യണമെങ്കിൽ പൊട്ടെന്ന് വെക്കാം. ഇതുമല്ല. അങ്ങോട്ട് പെറ്റിട്ടിട്ട് ജനലിൽ കൂടെ വലിച്ചെറിയുക, അല്ലെങ്കിൽ ഇതുപോലെ 2 വയസ്സാകുമ്പോഴത്തേന് കണ്ടവന്മാർക്ക് കൊല്ലാൻ കൊണ്ടുവന്നിട്ട് കൊടുക്കുക. എന്തിനാ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത്? പ്രാക്ക് മേടിച്ചിടക്കുക. അതുപോലെ ഈ ദൈവങ്ങളും കാണിക്കുന്ന കണ്ണില്ലാത്ത ദൈവങ്ങൾക്ക് കണ്ണില്ലെന്ന് പറയുന്നത് കറക്റ്റ് കാര്യമാണ്. ഒരു കുഞ്ഞുണ്ടാവാനായിട്ട് നേർന്ന് നോമ്പ് നോറ്റിരിക്കുന്ന എത്രയോ ആൾക്കാരെ അറിയാം. അവർക്കൊന്നും കൊടുക്കാതെ വേണ്ടാത്തവർക്ക് എല്ലാം ദൈവം കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ കല്ലിലടിച്ചും ഉപദ്രവിച്ചും എല്ലാം കണ്ടും കേട്ടും മടുത്ത്. കാരണം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് പോലെ നമുക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഒന്നുമില്ല. ശരിക്കും ഭയങ്കര വിഷമമാണ്. കാരണം നമുക്ക് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് നമ്മളും ആ കുഞ്ഞിൻ്റെ വിഷമങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷമമായിട്ട് നമ്മൾ കാണും. നമ്മുടെ കുഞ്ഞിൻ്റെ കാലിലൊരു മുള്ളു കണ്ടാൽ നമുക്ക് എന്തുമാത്രം നോവും. അതുപോലെയാണല്ലോ ആ കുഞ്ഞിനെ നോക്കുമ്പോഴത്തേന് നമ്മുടെ നെഞ്ചു പൊടിയും. ഈ ഒരു വാർത്ത കേട്ടിട്ട് കരയാത്ത അമ്മമാരോ അച്ഛന്മാരോ ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുഞ്ഞനുഭവിച്ചത് സത്യമായിട്ട് കാണുമ്പോൾ സങ്കടം വരിക. അവളെ പച്ചയ്ക്ക് വലിച്ച് കീറി ഒട്ടിക്കണം. അല്ലാതെ ഒരു വെടിക്കോ തൂക്ക് കയറോ അല്ല കൊടുക്കേണ്ടത്. പച്ചയ്ക്ക് കീറി ഒട്ടിക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം ആ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയം വലിച്ച് അത്രയും നാശമാക്കി അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ അവൻ അനുഭവിക്കുക തന്നെ വേണം. എനിക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതിന് എനിക്കറിയത്തില്ല, എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. എന്നൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞ് അനുഭവിച്ചതൊന്നും ഒരിക്കലും ആർക്കും എനിക്കറിയത്തില്ല. നമുക്കും സഹിക്കാൻ പറ്റുമോ? ജനനേന്ദ്രിയം പച്ചയ്ക്ക് വലിച്ച് കീറിയിട്ട് അതിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. എനിക്കറിയത്തില്ല. എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അവസ്ഥയായിരുന്നു എന്നുള്ളത്. ശരിക്കും നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കണമെന്നുണ്ട്, നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം. ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ. നിയമം മാറ്റി എഴുതിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്ത് ഇനി ഇതൊക്കെ തന്നെ നടക്കും. നമ്മുടെ കേരളം ശരിക്കും പണ്ട് UP ഒക്കെ പോലെ ആയിക്കൊണ്ടിരിക്കുക. അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതെ നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ട് ശരിക്കും ഇപ്പോൾ UP ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നടക്കാത്ത അഴിമതികളില്ല, കേരളത്തിൽ നടക്കാത്ത ക്രൂരതകളില്ല, കേരളത്തിൽ നടക്കാത്ത പീഡനങ്ങളില്ല. ഇപ്പം ഒരു സന്ധ്യ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ വരെ നമ്മൾ പേടിക്കേണ്ട അവസ്ഥയാണ്. ആര് എങ്ങനെ എപ്പോൾ പെരുമാറുമെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. എല്ലാവരുടെയും മനസ്സ് കലുഷിതമായിക്കൊണ്ടിരിക്കുക. അത് നിയമത്തെ പേടിയില്ലാത്തതുകൊണ്ടാണ്. പേടിക്കുന്ന നിയമം വന്നാൽ മനുഷ്യർ സുരക്ഷരാകും. അല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്ന പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാതെ ഈ സംഭവത്തിന് നോക്കുകുത്തികളായിട്ട് നിന്നില്ലേ, അതുപോലെ നിൽക്കേണ്ടി വരും. പിന്നെ അന്നാണെങ്കിലും ജനങ്ങൾക്ക് അവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അടിക്കാൻ വന്നപ്പോഴത്തേക്കിന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവൻ അത്രയേലും കിട്ടിയെന്നൊന്നും ചിന്തിക്കാമായിരുന്നേ. പക്ഷേ എനിക്ക് അന്ന് പോലീസുകാർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഇച്ചിരിയില്ലാത്ത 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പറ്റത്തില്ലാത്ത എന്ത് പോലീസുകാർ അവനൊക്കെ കൊണ്ട് നീ സംരക്ഷണം കൊടുക്കുന്നത് എന്ത് കാര്യത്തിന്? വിട്ടുകൊടുക്കണം. കണ്ടില്ലേ ഷൂട്ട് ചെയ്ത് കൊന്നത്? എവിടാണ്? ഗുജറാത്തിലോ അങ്ങാണ്ട് കുഞ്ഞിനെ നിലത്തിട്ട് അടിച്ചു കൊന്നവനെ ഷൂട്ട് ചെയ്തില്ലേ? അതുപോലത്തെ കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കണം. ഇഞ്ചായിട്ട് അവനെയും കൊല്ലണം. അതിൽ അവക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കണം. കാരണം ആ കുഞ്ഞിനെ, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കണ്ടവന് ഇട്ടുകൊടുത്ത അവളെ ഉണ്ടല്ലോ പച്ചക്കരച്ച് കലക്ക് തന്നാൽ ഞാനങ്ങ് കൂട്ടിച്ചേർക്കും. അത്രയ്ക്കും എനിക്ക് ദേഷ്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. എൻ്റെ ഇൻസ്റ്റയിലോ എന്തെങ്കിലുമൊക്കെ മെസ്സേജോ കാര്യങ്ങളോ എല്ലാം അയച്ചാൽ മതി. വോയിസോ കാര്യങ്ങളോ ഇട്ടാൽ മതി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കാം. ബൈ, ലവ് യു.